വെൽക്കം ടു ഫ്ലൈം ബേർഡ്സ്. നമുക്ക് ഓഗസ്റ്റ് മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഓണം അടുത്ത് വരല്ലേ. അപ്പോൾ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നൊരു മലയാള മനോരമയുടെ ഒരു ആപ്തവാക്യം പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഒരു പാക്കറ്റ് നിറച്ച് വിത്തൊക്കെ തന്നിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഏതൊരു വർഷം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി ഓണത്തിന് മുമ്പുള്ളത് ഒരുക്കാണ്. അപ്പോൾ ഇതൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കണത് കേട്ടോ. ഈ സമയമില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളാണ് പറഞ്ഞു തരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം സ്ഥലമുണ്ട്, പക്ഷേ കുറേ സ്ഥലം വീടിൻ്റെ ഇത് പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജാതിയാണ്. അപ്പോൾ വെയിലുള്ള സ്ഥലം ഞങ്ങൾക്ക് വളരെ കുറവാണ്. അപ്പോൾ ആ സ്ഥലം നോക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ നടണത്. പിന്നത്തെ സ്ഥലത്ത് ഞങ്ങൾ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്കത് വെയിലുള്ളിടത്ത് വെച്ച് സാധനം ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം നടണ സാധനങ്ങൾ ഇതൊക്കെ ഇതാണ് 2 ചിരക്കത്തൈ വാങ്ങിച്ചേക്കണത്. നീർന്ന് കുലിയാട്ടം, അത് വീഴും, കനം കൊള്ളാം. പിന്നെ നമ്മുടെ സ്നോ വൈറ്റ് കുക്കുംബറില്ലേ, അതിവിടെ നന്നായി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അത് നല്ലോണം യൂസ്ഫുൾ ആവണമുണ്ട്. നമുക്ക് ഷുഗറൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമായ കാരണം റെഡിയായി വരുമ്പോഴേക്കും ഇവിടെ എല്ലാവരും പറിച്ച് തിന്നാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചേക്കണത് പടവലങ്ങ, അതൊരു 3 തൈ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും തൈകൾ ഞാനിവിടെ മണ്ണിലാണ് നടണത്. പിന്നെ ഞാനൊരു 6 തൈ കുറ്റിയാമരയും വാങ്ങിച്ചിട്ടുണ്ട്. അത് ഗ്രോ ബാഗിൽ നടന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യണേന്ന് കാണിച്ചു തരാം. ഇതിവിടെ മണ്ണൊക്കെ കളച്ച് കുഴിയൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഡോളോമൈറ്റാണ്. ഈ ഡോളോമൈറ്റ് ഇത്രേശം ഈ കുഴിയിൽ ഇട്ട് കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആസിഡിൻ്റെ അംശം നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി, കൂടുതലുള്ളതൊക്കെ കുറച്ച് റെഡിയാക്കും. പിന്നെ നമ്മുടെ മാഗ്നീഷ്യം, കാൽസ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഡിയാക്കി നമ്മുടെ നടണ തൈകൾ നല്ല രീതിയിൽ വളർന്നു വരാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഡോളോമൈറ്റ്. ഇതൊക്കെ കുഴിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറേശ്ശെ ഓരോ ചെറിയ പിടി വെച്ചിട്ട്. ഇത് ഓർഗാനിക് കമ്പോസ്റ്റാണ്. ഇത് നമ്മൾ വാങ്ങിയേക്കണതാണ്. ഇത് ഓരോ കുഴിയിലിട്ട് കൊടുക്കുക. ഇത് നമ്മുടെ എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ചേർന്നിട്ടുള്ള മിക്സാണ്. നല്ല ഉഗ്രൻ, ചെടിയൊക്കെ വളരാൻ വേണ്ടിയുള്ള നല്ല ഉഗ്രൻ സാധനം അത്. ഇതും കുറേശ്ശെ എല്ലാ കുഴികളിലും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഉണക്കച്ചാണകമാണ്, ചാണകപ്പൊടിയില്ലേ, അതും എല്ലാത്തിലും ഇടാം. ഇനി നമ്മൾക്ക് ഈ റെഡിയാക്കി വെച്ച തൈകളൊക്കെ ഇനി നമുക്ക് ഈ തയ്യാറാക്കിയ എല്ലാ ചെടികളും, ചെടികളല്ല തൈകളല്ലേ, ഇനി നമുക്ക് ഈ തൈകളൊക്കെ നട്ടു കൊടുക്കാം കേട്ടോ. മണ്ണിടാം. നനച്ചു കൊടുക്കാം നല്ലോണം. ഇനി ഇത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാ ദിവസവും ഇവിടെ വന്ന് നോക്കല, ഇത് വലുതായോ എന്ന്. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ പ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ടേ ചോളം നട്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ചോളം നട്ട് 2-3 ആഴ്ചയായി. 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂന്നുണ്ട്, 2-3 ആഴ്ചയായി. അപ്പോഴേക്കും ഇത് പൂവിട്ടു കേട്ടോ. ഇത് കുറ്റിയാമര കേട്ടോ. ഇതെല്ലാ ഗ്രോ ബാഗിലും എല്ലാം റെഡിയാക്കി വെച്ചേക്കണതാണ്. പൊട്ടി മിക്സും വളമൊക്കെ ഇട്ട് വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ ഇത് നട്ടു കൊടുത്താൽ മാത്രം മതി. ഇത് നല്ലോണം നനച്ചു കൊടുക്കുക.
ഇതാണ് സ്നോ വൈറ്റ് കുക്കുംബർ. വേണ്ട അങ്ങനെ പറിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് മാത്രമല്ല നന്നായി ഷുഗർ താഴേക്ക് കൂട്ടാം. ഇതിൻ്റെ വിളവ് ഒരുവിധം കഴിയാറായി, അതുകൊണ്ട് പുതിയത് നട്ടേക്കണം. കഴിയാറായാലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്. ഇത് കണ്ട ഇപ്പം തന്നെ ഇത്രയും പറിക്കാൻ കിട്ടി. ഓരോ 2-3 ദിവസം കൂടുമ്പോൾ ഇതുപോലെ പറിക്കാൻ കിട്ടും. പറിച്ച വഴി തന്നെ തിന്നണതാണ് നല്ലത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കളയ്ക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ അടിയിലൊക്കെ മറ്റേ വേസ്റ്റിൻ്റെ കുഴിയൊക്കെ കുഴിച്ചേക്കണ ഏരിയയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് ഗ്രോ ബാഗ് വെച്ചിട്ടുള്ള കൃഷിയാണ് ഇവിടെ ചെയ്തേക്കണേ. ഇവിടെ പലതരത്തിലുള്ള സാധനങ്ങൾ ഓണത്തിന് മുമ്പ് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ വയലറ്റ് വഴുതനങ്ങ ഉണ്ട്. വയലറ്റ് വഴുതനങ്ങ ഇതൊക്കെ പറിക്കാറായിട്ടാ. വയലറ്റ് വഴുതനങ്ങ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കറിക്ക് ഉപയോഗിക്കണ പച്ചമുളകില്ലേ, അതാണ് ഇതൊക്കെയും. കറിമുളക് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കണ്ട. ഇത് കറിമുളകാണ് കൂടുതൽ നട്ടേക്കണം, നമുക്ക് കറിക്ക് ആവശ്യമുള്ളതല്ലേ. പിന്നെ ഇഞ്ചി നട്ടിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക് ഒരു പ്രത്യേകത ഇതൊക്കെ, തക്കാളി ഇങ്ങനെ മറിഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ വള്ളി വെച്ച് കെട്ടിയേക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കോടെ നമുക്കിങ്ങനെ ഈ തക്കാളീനെ ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വീഴാണ്ടിരിക്കും. കണ്ട, ഇതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. അങ്ങനെ തക്കാളിയും പൂവിട്ടിട്ടുണ്ട്. പൂവിട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളി പൂവിട്ടിട്ടുണ്ട്. ഇത് ചുമന്ന വെണ്ട. ഇത് ഉണ്ടായിട്ടുണ്ട്. ഇതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് കുറേ കാലം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഓണത്തിന് വരെ എന്തായാലും എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് 2 കളറ് കണ്ട. ഇത് ചുമപ്പയാണെങ്കിൽ ഇത് പച്ച. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്നിട്ടാണെന്നറിയോ, കറുത്ത വഴുതനങ്ങ. ഇതും ഉണ്ടായി വരുന്നുണ്ട്. ഇത് വേറെ തരത്തിലുള്ള മുളകാണ്, എരിവുള്ള മുളകാണ്. ഇത് നിറച്ചുണ്ടായിട്ടുണ്ട്, ഉണ്ടായി വരുന്നു. ഇത് പയറ് മുളപ്പിച്ച് വെച്ചേക്കണതാണ്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള സ്ഥലം അന്വേഷിച്ച് നോക്കിയിട്ട് അതിലേക്ക് പറിച്ച് നടാനായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ട്രേയിൽ നട്ട് വെച്ചേക്കണതാണ്. ഇത് ഇഞ്ചി ഗ്രോ ബാഗിൽ നട്ടേക്കണതാണ്. നല്ലോണം ഉണ്ടാവും കേട്ടോ, നിറച്ചുണ്ടാവും. ഇപ്പോൾ തന്നെ എൻ്റെ അത്ര പൊക്കെത്തിയത്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതെൻ്റെ ബെഡ്റൂമിൻ്റെ ഒരു ജനലാണ്. ഈ ജനൽ അത് തുറന്നിട്ടില്ല. അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽക്കൂടെ രാവിലെ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്ന തോട്ടം. ഇന്നത്തെ വീഡിയോകളിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ തോട്ടം കാണിച്ചു തരാമെന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു തൈയെങ്കിലും നടാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കണത്. അപ്പോൾ ഒരു തൈയെങ്കിലും ഒരു ദിവസം ഒരു ഗ്രോ ബാഗ് എങ്കിലും എടുത്ത്, അല്ലെങ്കിൽ ഇത്തിരി പറമ്പിൽ ഇത്തിരി മണ്ണിൽ എന്തെങ്കിലും ഒരു തൈ നട്ട് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഉപകാരത്തിൽ പെടുമല്ലോ. നല്ല വിഷമൊന്നും അടിക്കാത്ത നല്ല പച്ചക്കറി നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. വലിയ പൈസ ചിലവൊന്നും ഇല്ലാണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ തരാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.